വാലിൽ അങ്ങോട്ട് മുറുക്കി പിടിക്കാ സംസാരിക്കാതെ. എങ്ങോട്ട് നോക്കിയിരിക്കാ? മുറുക്കി പിടി. ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് സാർ അങ്ങോട്ട് നേരെ ചെയ്യേ. പെട്ടെന്നാവട്ടെ. പിടി അങ്ങോട്ട്. സാറ് സാറ് പെട്ടെന്നാവട്ടെ. സാറേ ഒന്ന് പെട്ടെന്നാവട്ടെ, എനിക്ക് വേറെ കാര്യമുണ്ട്. പെട്ടെന്നാവട്ടെ. ഡേയ്, നീ പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പോസ്റ്റ് ഓഫീസിലെ എഴുത്തുപെട്ടിയിൽ കൈയിട്ടേക്കോ. ഇത് ഗർഭിണി പശുവാണ് കേട്ടോ. അതിന്റേതായ ടൈമിങ്ങിലൊക്കെ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. അടങ്ങുന്നില്ല അവിടെ. പിടിച്ചോളൂ തോന്നോ. കുട്ടിയെ കിട്ടി. അയ്യോ, റേഡിയോ ഇതിനകത്തെങ്ങനെ വന്നു? അല്ല, ഡോക്ടർ അല്ലേ പറഞ്ഞത് പാട്ട് കേട്ട് കഴിഞ്ഞാൽ പശു ഒരുപാട് പാല് തരുമെന്ന്. അതുകൊണ്ട് ഞാൻ കഴിക്കാനുള്ള വൈക്കോലിനിടയ്ക്ക് ഒരു കൊച്ചു റേഡിയോ കയറ്റിയതാ. ഞാൻ അറിയുന്നത് വിഴുങ്ങുമെന്ന്. ചുമ്മാ അല്ലടാ, ഞാൻ അകിടി പിടിച്ചപ്പോ ആകാശവാണിയും കൊമ്പി പിടിച്ചപ്പം വിവിധ ഭാരതിയും കേട്ടോ. അയ്യോ, ഈ റേഡിയോ വിഴുങ്ങിയ സമയത്ത് എന്റെ പൊന്നു പശു 4 റൂമിൽ കയറി കൗണ്ടറിന്റെ സ്ക്രിപ്റ്റ് 4 വിഴുങ്ങിയിരുന്നെങ്കിൽ ഞാൻ ആ ബാറ്ററി ചാർജ് അടിച്ച് വല്ലവും പേടിച്ചേനെ. കമ്പൗണ്ടൊക്കെ നീ വെക്കോ, എനിക്കിന്ന് സമയമില്ല വരാൻ. കമ്പൗണ്ടർ എന്ന് പറഞ്ഞല്ല, പിന്നെ ഞാൻ കമ്പൗണ്ടറെ വിളിച്ചതാ. ആ കമ്പൗണ്ടറിന് ലീവാ, ഡോക്ടറായ ഞാൻ മാത്രമേ ഉള്ളൂ. അടി അമ്മയുടെ അടി അരിവേ. കുർത്തക്കട കാണിക്കരുത്. ബെറ്റി, റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ്, എപ്പോർട്ട് ഹാൻഡ്, സിറ്റ് ഔട്ട്. വേണ്ട, സിറ്റ് ഔട്ടിൽ പെടുത്ത പട്ടി നേരെ എന്റെ പറക്ക വന്നു പോരുത് കേട്ടോ. മനുഷ്യനാണ്. ആരാ ഇത്? ടൈഗർ ബാനു. എന്തുവാ ഇത്? ടൈഗർ ഫാം തിരക്കി നടന്നതാ, ഭയങ്കര തലവേദന. അതല്ല, എന്റെ പേര് ഭാനു. ഈ മൃഗങ്ങളെയൊക്കെ നോക്കുന്നതുകൊണ്ട് ആൾക്കാർ എന്നെ ടൈഗർ എന്നിട്ടു. അങ്ങനെ ഞാൻ ടൈഗർ ഭാനു. അല്ല ഡോക്ടറെ, പിന്നെ ഇത് മമ്മൂട്ടിയുടെ ഫാൻസാര് പണിഞ്ഞ ആശുപത്രിയാണ്. അതെന്താ അങ്ങനെ വിളിച്ചേ? ഉണ്ട്, മൃഗയ ആശുപത്രി എഴുതിയിട്ടേക്ക്. മൃഗാശുപത്രി കണ്ണു തുറന്ന് വായിരുന്നു. അല്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ഇങ്ങോട്ട് വന്ന കാര്യം പണ. അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. ഞാന് ഒരു കൊച്ചു പട്ടിക്കുട്ടി എടുത്ത് വളർത്തി. കൊച്ചു പട്ടിക്കുട്ടിയോ? പിന്നെ വലിയ പട്ടി എടുത്ത് കൊച്ചാക്കാൻ പറ്റൂ. ഞാൻ ഇതിനെ എടുത്തോണ്ട് വളർത്തി. എന്റെ പൊന്നു ഡോക്ടറെ, ഈ പട്ടി എന്ന് പറഞ്ഞ ചറപറ എന്നങ്ങ് പെറ്റോണ്ടേ ഇരിക്കുക. മക്കളാണ് എന്റെ പെരപ്പുറത്തെ സഹിതം പട്ടിക്കുഞ്ഞുങ്ങള്. ഒരു കാര്യം ചെയ്യാം, നമുക്കിതിനെ വന്ധ്യീകരിക്കാം. വണ്ടിയിലിട്ട് കരിക്കോ പുറത്തിട്ട് കരിക്കോ, എനിക്കിതിനൊരു തീരുമാനം ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ വിഷയം ഉണ്ടാക്കാൻ പറഞ്ഞ ഇതിന്റെ പ്രസവം നിർത്തണമെന്ന്. അത് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ മാസം ഞാൻ ഈ പട്ടി ഇവിടെ കൊണ്ടുവന്നു. ഇവിടുത്തെ ഒരു കമ്പൗണ്ടർ ഉണ്ടല്ലോ, അവൻ ഈ പുള്ളിക്കാരനല്ല, ഒരാള് വന്നിട്ട് പ്രസവം നിർത്തി. എന്നിട്ട് എന്റെ പട്ടിയുടെ ചെവി പകുതി കണ്ടിട്ട് അങ്ങ് പാക്കറ്റി ഇട്ട്. എന്നിട്ട് നേരെ പറഞ്ഞ് ധൈര്യമായിട്ട് പൊക്കോന്ന് ചെന്ന് ഡ്രസ്സ് മാറുന്ന സമയത്ത് കാണാ വീണ്ടും പറ്റേക്കുന്ന 20 എണ്ണത്തിനെ പോലെ. എടാ, കളർ പെൻസിൽ വലിച്ചെറിയുന്ന കല്ല് വെച്ചേതാ പല നിറത്തി കിടക്കുന്നത് ഈ പട്ടികൾ. ഈ ഒരു കാര്യം ചെയ്യ്, അയാൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയത് ചികിത്സിക്കാറായില്ലെങ്കിൽ അത് പറയണം കേട്ടോ. നിങ്ങൾ അങ്ങനെ പറയരുത്. പട്ടിയെ ചികിത്സിക്കാനുള്ള കോഴ്സ് മൊത്തം പഠിച്ചവനാ ഞാൻ. എന്താ പിന്നെ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? അല്ല പിന്നെ എങ്ങോട്ട് കയറി പോന്ന്? അല്ല പിന്നെ ഞാനൊരു നോവൽ എഴുതി വെച്ചായിരുന്നു. ചന്തിയുടെ പിറക്കെയാ? അതല്ല, ഞാൻ നോവൽ എഴുതി അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കണ്ട. ഈ പശു എടുത്ത് തിന്ന്. നിങ്ങളാണെന്ന് കറങ്ങിയിട്ട് കാര്യമില്ല. ഇതൊക്കെ അവിടെ ഇരുന്നിട്ട് കൈ നീട്ടിയിരിക്കണം. നിങ്ങൾ എഴുതിയ നോവൽ പ്രിന്റ് ഔട്ടോട്ട് പുറത്തോട്ട് വരുമ്പോൾ ചൂടോടെ കൈ വാങ്ങിക്കും കേട്ടോ. ആണ്ടോ ഫോൺ അടിക്കുന്നു ഡോക്ടറെ. ഹലോ, ആ കുരങ്ങനുള്ള മരുന്നല്ലേ? അത് ഞാൻ കൊടുത്തേക്കാം. ശരി. എന്താ നീ കാണിക്കുന്നതെന്ന്? അകത്തൊരു കുരങ്ങൻ കിടപ്പുണ്ട്. അതിന് മരുന്ന് കൊടുക്കാൻ പോവുക. ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അതിന് അങ്ങോട്ട് ചെല്ലുമ്പോഴേ അത് വിചാരിക്കും അതിന്റെ അച്ഛനും അമ്മയാന്ന്. അപ്പൊ തെറ്റിദ്ധരിപ്പിച്ച് മരുന്നും കൊടുക്കാലോ. അതിന്റെ കാര്യം വല്ലതും ഉണ്ടോ? ഡോക്ടർ നേരെ ചെന്ന് മരുന്ന് കൊടുത്താൽ ആ കുരങ്ങ കഴിച്ചോളും. ഒരു വാലിന്റെ കുറവുണ്ട്, അത് കുരങ്ങ് അങ്ങ് സഹിച്ചോളും. ശബ്ദം അതല്ല, അല്ല അടിപൊളി ശബ്ദം കേട്ടോ. അതെ ഡോക്ടറെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ നിങ്ങൾ ഈ മുറുക്കാൻ പൊറുക്കുവോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, അതാണ്ട കൊട്ടപ്പാക്കൊക്കെ പൊളിച്ചതിനകത്ത് ഇട്ടേക്കുന്നു. അത് കൊട്ടപ്പാക്കല്ല, ടെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുന്ന പട്ടിക്കാട്ടോ. ഞാൻ കൈ കൊണ്ടെടുത്തേന്ന്. അല്ലെങ്കിൽ ഒരു പ്ലെയർ കൊണ്ട് അത് എടുത്തത്. ഒരു കാര്യം പറഞ്ഞേക്കാം, അറിയാൻ വയ്യാത്ത പണിക്ക് ഇറങ്ങരുത്. വേറെ ഈ ഡോക്ടർ എന്ന് പറഞ്ഞ ഇത് എഴുതി മാറ്റിയിട്ടുണ്ടല്ലേ, വേറെ കള്ള ഡോക്ടർ എന്ന് ഞാൻ വേറെ ബോർഡ് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേ? ആര് പറഞ്ഞു? എനിക്കൊന്നും അറിഞ്ഞൂടെന്ന്. പിന്നെ അല്ലാതെ നിങ്ങൾ ആ ശ്വേതാമേനോന്റെ അടുത്ത് ചോദിച്ചു നോക്ക്. അവരെ വീട്ടിൽ തളർന്നു കിടന്നൊരു പട്ടി. ഞാൻ ചെന്നൊരു തുള്ളി മരുന്ന് കൊടുത്തപ്പോ അത് നോക്ക് പതുക്കെ എണീറ്റങ്ങ് വന്നു. അല്ലല്ല, പതുക്കെയൊന്നല്ല, ഒരു നീക്കല്, പിന്നെ ഒരു ഓട്ടം, പിന്നെ മതില് ചാടി അങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കേണ്ടത്. അത് നിന്നിട്ട് ഞാൻ ഇപ്പഴും വെയിറ്റ് ചെയ്യണേ, അത് എപ്പോഴാ തിരിച്ചു വരികയെന്ന്. ചേടാ, ഒരു ചെറിയ കാര്യം കള്ളം പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ വലിച്ചു നീട്ടി കൊണ്ടുപോയ പോക്ക്. ഇതാ ഈ പെണ്ണുങ്ങളുടെ കാര്യം. ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോകും. അത് ശരി. അങ്ങനെ നമ്മുടെ മോഹൻലാലിന്റെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു. അതും ഇങ്ങനെ തളർന്നു കിടക്കുമായിരുന്നു. ഞാനൊരു തുള്ളി മരുന്ന് കൊടുത്തില്ലേ,
എനിക്കറിയില്ല. ഉള്ള കാര്യം പറഞ്ഞപ്പോ അതറിഞ്ഞൂടാ, നുണ പറയാൻ പറഞ്ഞപ്പോ അതറിയാം. ഇവിടെ എല്ലാം ഈ കൂട്ടേരി ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. വല്ല കാര്യമുണ്ട് ഇത് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എനിക്കാണ് വീട്ടിൽ നല്ലൊരു പട്ടിയെ വളർത്തണമെന്നുണ്ട്. അത് ഏതിനത്തെ പട്ടിയാ ഉള്ളത്? ജർമ്മൻ ചിപ്പിയാട് നല്ലതാ. അതിനെക്കാട്ടി നല്ലൊരു പട്ടിയുണ്ട്, പാളയംകോടൻ പട്ടി. പാളയംകോടൻ പഴമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഏത് പടത്തിലെ ഡോക്ടർ? പാളയംകോടൻ പട്ടിയെന്ന്. നല്ല കാലിന് വലിയ നീളമൊക്കെ ഉള്ള ബുദ്ധിയുള്ള പാളയംകോടൻ പട്ടി. രാജപാളയം പട്ടി. ഈ ഷേപ്പുള്ള പട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. മറ്റേ ഏതൊക്കെ ഷേപ്പുള്ള പട്ടിയാണെങ്കിലും 10-35,000 രൂപ എടുത്ത് പണ്ട് ഞാൻ ഒരു പട്ടിയെ വളർത്തിയിരുന്നു, ചത്തുപോയി. ലാഭാരില്ലേ? ഇവിടെ 35,000 രൂപയുടെ പട്ടി ഭരിച്ച ലാഭമല്ലല്ലോ, അത് നഷ്ടമല്ലേ? നഷ്ടമായിരുന്നു. ലാഭം ഇനത്തിൽപ്പെട്ട പട്ടിയായിരുന്നാ ഞാൻ പറഞ്ഞത് കേട്ടോ. പക്ഷെ ഇച്ച് മരുന്ന് കൊടുത്ത് ഞാൻ രക്ഷപ്പെട്ടേനെ. ആ മരുന്ന് കൊടുത്താലും ചിലപ്പോ രക്ഷപ്പെടത്തില്ല. എന്റെ വീട്ടിലൊരു കോഴി ഉണ്ടായിരുന്നു, ഇതുവരെ ഒരു മുട്ട ഇട്ടിട്ടില്ല. കോഴിയും ഡോക്ടറും തമ്മിൽ വല്ല വിരോധം വല്ലതും ഉണ്ടായിരുന്നു? ഒരു പിണക്കവും ഇല്ല. പിന്നെ എന്താ ഈ മുട്ടയിടാത്ത കാര്യം? ഒരു കാര്യം ചെയ്യും, ഈ മുട്ടയിടാത്ത കോഴിയെ ഡോക്ടർ എന്റെ വീട്ടിലോട്ട് പറഞ്ഞു വിടും. എന്നിട്ട് എന്റെ രണ്ടാമത്തെ മോനെ ഡോക്ടറെ വീട്ടിലോട്ട് കൊണ്ടുപോയി. അതെന്തിന്? ദൈവമേ, ഈ ചെറുക്കൻ പരീക്ഷ കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന മുട്ടയ്ക്ക് കയ്യും കണക്കുമില്ലായേ. ഇങ്ങനെ മുട്ട കിട്ടിയാൽ മുടുക്കാത്ത ചെറുക്കനുണ്ടോ? ആ തല്ലി പൊട്ടിച്ച് ഓംലെറ്റ് അടിക്കുകയോ ബുൾസമാക്കിയോ എന്താന്ന് വെച്ചാൽ ചെയ്താണ് കേട്ടോ. എങ്ങോട്ട് പോന്ന്? എന്റെ പട്ടിയെ വന്ധീകരിക്കാൻ ഏർപ്പാട് ചെയ്യും. ഇന്ന് പട്ടിയെ വന്ധീകരിക്കാനുള്ള സമയമില്ല. എന്റെ ഭാര്യ ഗർഭിണിയാ, ഇന്ന് സ്കാനിങ്ങിന്റെ ദിവസം. അയ്യോ, കറ്റിപ്പേറാന്നോ? അയ്യോ, കന്നിപ്പേറല്ല, പിന്നെ 16ാമത്തെ കുട്ടിയാ. എന്റെ ഭഗവാനെ, അങ്ങനാണ് എന്റെ പട്ടി അവിടെ നിൽക്കട്ടെ. ആദ്യം വന്ധീകരിക്കേണ്ടത് ഈ ഡോക്ടറെയാ. അങ്ങനെ നമ്മളൊരു വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നിരിക്കുകയാണ്. ചെറുപ്പക്കാരി, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരി വേഷത്തിൽ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. യെസ്, ശ്വേജിജി, എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു അവര് പറയട്ടെ ആദ്യം. ആ, കമോൺ. ശ്യാം, കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ബാറ്ററി ഇവിടുന്ന് പോയി കണ്ടില്ല, ബാറ്ററി പോയോ? ബാറ്ററി കാണാനില്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ചാർജ് ഇട്ടത് മിന്നായ പോലെ കണ്ടതാ, പിന്നെ കണ്ടില്ല. മുങ്ങിയാള്. അല്ല, ആണോ? സജി എന്താ പറയണേ? സജിയേട്ടൻ എന്താ പറയണേ? ആ, അതുപോലെ ബാറ്ററി ഇവിടെ കാണുന്നില്ല, അപ്പൊ പറയാനൊന്നുമില്ല. കുഴപ്പമില്ലാതെ പോയി. ആ, അപ്പോ ബിക്കോസ് നമ്മളിപ്പോ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഏത് ടീമുകളാ പോവാന്നിരിക്കുന്ന സമയം 50,000 കിട്ടാൻ വേണ്ടി. ബിക്കോസ് നിങ്ങൾ സജി ആൻഡ് ശ്യാം 50,000 എല്ലാം കിട്ടി. നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാക്ടീസ് തുടങ്ങുന്ന സമയമായി, അറിയോ? കുറച്ച് കോമഡി കുറവായിരുന്നു. പക്ഷെ സമയമുണ്ട്, ആ മെഗാ ഇവന്റിന് ഇനിയും സമയമുണ്ട്. നമുക്ക് ബാറ്ററി നോക്കാം. ഓൾറൈറ്റ്, ബാറ്ററി എത്രയാണ് ചാർജ് കയറിയേക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഞെട്ടിയല്ലേ? അല്ല, സമയമുണ്ട് ശ്യാമേ. നിങ്ങളെ രണ്ടുപേരും എടുത്തെറിഞ്ഞാൽ 4 കാര്യം വീഴുന്നവരാണ്. പിന്നെ ഒന്നും നോക്കണ്ട, അടുത്തതിന് ബെച്ചൊക്കെ കേച്ചിക്കണം. സീരിയസ് അല്ല, ചേട്ടന്മാരുടെ ഗെറ്റപ്പ്, വേഷപ്പകർച്ച, പിന്നെ പ്ലേ, പെർഫോമൻസ്, എനർജി ഇതൊക്കെ അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാല്. അത് നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇതില് ശ്യാമേട്ടന്റെ ആ ഒരു മങ്കിയുടെ ഒരു ഭയങ്കര രസമായിരുന്നു. 50,000 രൂപ മേടിക്കാൻ ഈസിയാണ് നിങ്ങൾക്ക് രണ്ടുപേരും. തീർച്ചയായിട്ടും രണ്ടുപേരും ഉഗ്ര ആർട്ടിസ്റ്റുകളാണ്, രണ്ടുപേരും നല്ല റൈറ്റേഴ്സും ആണ്. അതുകൊണ്ട് അതാണ് അവിടെയാണ് ആ റൈറ്റേഴ്സ് ആണ്. രണ്ടുപേരും റൈറ്റേഴ്സ് ആണ്. അതുകൊണ്ട് 50,000 പിടിച്ചാലേ പറ്റുള്ളൂ. കാര്യം ഉത്തരാടത്തിനൊന്നും പൊളിക്കാനുള്ളതാണ്. ശ്രമിക്കാം കേട്ടോ, കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ചാൻസ് അല്ല ഇത്. ഇവിടുന്ന് 50,000 നേടിയാൽ മാത്രമേ ഡയറക്റ്റ് ആയിട്ട് എൻട്രി പോവുള്ളൂ. അതുകൊണ്ട് ഓൾ ദി വെരി ബെസ്റ്റ്. ഇപ്പൊ തൽക്കാലം ആ 10,000 റുപ്പീസ് ഒന്ന് ക്രെഡിറ്റ് ചെയ്യാം. ഇത് രാജപാളയത്തിലുള്ളതേ ആയുള്ളൂ. സാരമില്ല, നമുക്ക് ഇനി ട്രൈ ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, കാണാം, പൊളിക്കാം, കാണണം നമുക്ക്. തീർച്ചയായും. ഓക്കെ, താങ്ക് യു.